ആ കുട്ടികളെയും ഓൻ്റെ മുഖത്ത് നോക്കാൻ വയ്യ, വല്ലാത്തൊരവസ്ഥ. ഇന്നലെ ഓനക്കും കുട്ടികൾക്കും കൂടി ചോറ് വിളമ്പിക്കൊടുത്ത് ആ പാത്രം കെക്കാൻ വേണ്ടി ബടക്കിലേക്ക് പോയി ആ പാത്രം കെക്കി വെച്ചേക്കണ്. അപ്പോഴാണ് നെഞ്ഞുവേദന എളിയത്. ആശുപത്രിക്ക് കൊണ്ടുപോകണ ഒരു നേരം കിട്ടിയില്ല. ഇതാണിപ്പോൾ മനുഷ്യന്മാരുടെ അവസ്ഥ. മരിച്ച വീട്ടിലേക്ക് വന്നേരുന്നു. ഇതപ്പം വരട്ടാ, അവിടെ കാത്തുക്കി. ബിരാങ്ക 3 മയ്യത്തിരിക്കണത്? എടാ, നിനക്ക് വിശക്കുണ്ടാ? എനിക്ക് വിശക്കുണ്ട്. ഞാനേ അടുക്കളയിൽ നിന്ന് പോയോക്കട്ടെ, ചായ എങ്കിലും ഉണ്ടാക്കാൻ പറ്റോക്കട്ടെ. ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? ഒരു ചായ ഉണ്ടാക്കാൻ എത്ര പണിയാ എനിക്ക്? അവിടെ ഇരിക്കുന്നു. ഒരു ചായ ഇപ്പൊ കുടിച്ചിട്ടല്ലേ ഉള്ളൂ, ഇപ്പൊ കൊണ്ടുവന്നരാ. എന്നാ ഇത് കുടിച്ചോ. എന്നാ ഈ ചായ കുടിച്ചോ. വിശക്കണീന് ഞാനേ അങ്ങാടിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊടുന്നേരം കേട്ടാ. എന്താടാ ചൂട്? ഉമ്മച്ചീന്റെ കുട്ടീന്റെ ചായ നല്ലോണം ചൂടായിട്ടിരിക്കുന്നു. വേഗം കണ്ട് കുടിച്ചോളിട്ടാ. തൽക്കാലത്ത് കുടിച്ചിരിക്കട്ടാ. ഞാൻ അങ്ങാടി പോയിട്ടേ എന്തെങ്കിലും തിന്നാൻ വാങ്ങിക്കൊണ്ടുവരാം. കാക്ക, നമ്മളമ്മ വരൂലേ? കാക്ക എന്തേ ഇപ്പൊ പണിക്ക് പോയതല്ലടാ? ഇന്ന് മദർസയില് പരീക്ഷാ ഫീ കൊടുക്കേണ്ട ദിവസമാണ്. ഇനിയിപ്പോ എന്താ കാട്ടുക?
മോനെ ആ കബോർഡിലുണ്ട് അളക്കില് പൈസ, അത് കണ്ടെടുത്താ. ആ ഉമ്മ സച്ചു കാട്ടണേ. ഇങ്ങോട്ട് കൊണ്ടറാ. ഉമ്മ സച്ചു ഏത് കാട്ടണേ. സമയം കണ്ടാലും തമ്മ് തല്ലാണ്. നിങ്ങൾക്കൊന്ന് തല്ലൂടാതിരുന്നൂടെ? കാക്ക നീ നമുക്ക് ചോറും കൂട്ടാനൊക്കെ ആരാ വെക്ക? നമ്മുടെ ഇപ്പ ഉണ്ടാക്കി തരേക്കാരോ. അപ്പൊ ഉപ്പാക്ക് പണിക്കും പോണ്ട. മോനിയോ, നമ്മളെ ഉമ്മ ഉണ്ടായിരുന്ന കാലത്തെ സന്തോഷമൊന്നും ഇനി നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഉമ്മയില്ലാത്ത വീട് നരക തുല്യമാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് പോലും ജീവിതം നഷ്ടപ്പെട്ടതുപോലെ തോന്നിക്കുന്ന ഒരു നരകം.